ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, മോനെയൊക്കെ കൊണ്ടുവിട്ട് സ്കൂളിൽ തിരിച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും തയ്യാറാക്കണ്ടേ. കുറച്ച് കോവയ്ക്ക കിട്ടിയായിരുന്നു, നല്ല പച്ച കോവയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അത് ഒന്ന് തോരൻ വെക്കാം, അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നല്ലപോലെ നമ്മുടെ കോവയ്ക്കയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അത് കീറി നാലായിട്ട് കീറി, നടുക്കുന്ന് നാലായിട്ട് കീറി കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നല്ല കൊച്ചായിട്ട് അത് അരിഞ്ഞ് നുറുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊത്തി അരിഞ്ഞാലും മതി. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. നമുക്കതിന് വേണ്ടത് ഒരു സവാള, ഇച്ചിരി ഒരു വലിയ സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള ഇതുപോലെ നമ്മുടെ കൊത്തി അരിയണം, ചെറുതായിട്ട് കൊത്തി അരിയണേ. സവാളയും കൊത്തി അരിഞ്ഞ് നമ്മുടെ പച്ചമുളക് പിന്നെ കീറി അങ്ങ് ഇട്ടാൽ മതി, അത് കുഴപ്പമില്ല എങ്ങനെ ആയാലും. അടുപ്പത്തേക്ക് പിന്നെ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മുടെ ആ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ ഓണിയൻ, നമ്മുടെ സവാളയൊന്ന് ഇച്ചിരി കറിവേപ്പില ഇട്ട് സവാള അങ്ങോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതങ്ങ് അതിൻ്റെ കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒട്ടും കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ പച്ചമുളകും നമ്മുടെ കോവയ്ക്കയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് വയ്ക്കാൻ. ഇച്ചിരി ഉപ്പും അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെക്കണേ. അപ്പം നമ്മുടെ കോവയ്ക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങയൊന്ന് തിരുമ്മിയെടുക്കാം. തേങ്ങ ഒന്ന് ഇച്ചിരി കൊത്തായിട്ട് വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും നമുക്ക് ഇതിനോട് ചേർക്കണ്ട, മുളക് പൊടിയൊന്നും ചേർക്കണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോവയ്ക്ക തോരനാണേ. അപ്പം ആ തേങ്ങയും തിരുമ്മിയത് അതൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ നമ്മുടെ ആ വെന്ത് വന്ന കോവയ്ക്കൊക്കെ അതോട്ട് ചേർത്ത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി അങ്ങ് എടുത്താൽ മതി. നമ്മുടെ കോവയ്ക്ക തോരൻ റെഡിയാവുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.